ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിധ്വംസക ശക്തികൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു.
ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ തുടർ നടപടികൾ വൈകുന്നതിനെതിരെ തുടർ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിധ്വംസക ശക്തികൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി IDA മൈതാനത്ത് രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ജില്ലാതല പരിപാടിയിൽ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി IDA മൈതാനത്താണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത്. മുഖ്യാതിഥിയായ മന്ത്രി റോഷി അഗസ്റ്റിനെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, സബ് കളക്ടർ അനൂപ് ഗാഡ്, ADM ഷൈജു P ജേക്കബ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് പരേഡ് പരിശോധിച്ചു. ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡറുമായ PD അനൂപ് മോന്റെ നേതൃത്വത്തിൽ ബാൻഡ് സംഘം ഉൾപ്പെടെ 21 പ്ലറ്റൂണുകളാണ് അണിനിരുന്നത്. നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പലതും അരാജകാവസ്ഥയെയും സാമ്പത്തിക പ്രതിസന്ധിയെയും നേരിടുന്ന സ്ഥിതിയിലാണ് ചുറ്റിലും. മതരാഷ്ട്രവാദങ്ങളോട് സന്ധിയില്ലാതെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മാതൃകയായി തുടരാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. ആര് ശ്രമിച്ചാലും നമ്മൾ പുലർത്തുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാൻ കഴിയില്ല, മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയെടുത്ത പല രാജ്യങ്ങളും അരാജകത്വത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലുമെല്ലാം അകപ്പെട്ടപ്പോഴും ലോകത്തിലെ വൻ ശക്തികളുമായി വികസനത്തിൻ്റെ പാതയിൽ കുതിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മതേതര ഇന്ത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നേൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, മറ്റ് ത്രിതല ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളാണ് അമിത വേഗതയിൽ തൊഴിലാളികളെ കുത്തിനിറച്ച് ചീറിപ്പായുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ മുതൽ മെട്ട് വരെയുള്ള റോഡ് ഏറെ അപകടം നിറഞ്ഞതാണ്. കുത്തിറക്കവും കൊടുംവളവുകളും നിറഞ്ഞ റോഡിലൂടെയാണ് തൊഴിലാളികളുമായി വാഹനങ്ങൾ ചീറിപ്പായുന്നത്. നിരവധി തൊഴിലാളി വാഹനങ്ങൾ ഇതിനോടകം അപകടത്തിൽപ്പെടുകയും 15-ലധികം തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിൽ തൊഴിലാളി വാഹനങ്ങൾ പരിശോധിക്കുന്നില്ല. തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പോലീസോ MVDയോ കൈകാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബുക്കും പേപ്പറും ഇല്ലാത്ത കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിലാണ് തൊഴിലാളികളെ തോട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് തുക പോലും തൊഴിലാളികൾക്ക് ലഭിക്കാറില്ല. നാട്ടുകാർ അടക്കം നിരവധി തവണ പരാതി പറഞ്ഞിട്ടും തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ തടയാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് ഉയരുന്ന ആരോപണം. സിറ്റി വിഷൻ, രാജാക്കാട്. ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ തുടർ നടപടികൾ വൈകുന്നു. നിലവിൽ നടപടി നേരിട്ട 4 ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റ് ചില ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും അവർക്കെതിരെയുള്ള നടപടി ഒഴിവാകാനാണ് റവന്യൂ സംഘത്തിന്റെ അന്തിമ നടപടികൾ വൈകിപ്പിക്കുന്നതെന്നും ആരോപണം. റവന്യൂ വകുപ്പിന്റെ നടപടികൾ വൈകുന്നതിനെതിരെ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ തീരുമാനം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ചൊക്രമുടിയിൽ സർക്കാർ പാറ പുറമ്പോക്ക ഭൂമിയിൽ ഉൾപ്പെടെ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും വിവാദമായത്. ഭൂമി കയ്യേറ്റത്തിൽ ഭരണകക്ഷി നേതാക്കൾക്ക് മുതൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വരെ പങ്കുണ്ടെന്ന പരാതികൾ ഉയർന്നതോടെ മുൻ ഉത്തരമേഖല IG
കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭൂമി കൈയേറ്റം സ്ഥിരീകരിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. ചൊക്രമുടിയിൽ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുടെയും പിതാവിന്റെയും പേരിലുള്ള 14 ഏക്കർ 69 സെന്റ് പട്ടയഭൂമിയുടെ സർവേ സ്കെച്ച് സർക്കാർ പാറപ്പുറമ്പോക്ക് കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയെന്നും പരിശോധനകൾ നടത്താതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പും അന്വേഷണം നടത്തുകയും ചൊക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെ പട്ടയ ഉടമകളുടെയും വിചാരണ നടത്തുകയും ചെയ്തു. എന്നാൽ നടപടികൾ വൈകുന്നതിൽ തുടർ സമരവുമായി മുൻപോട്ട് പോകുവാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഈ ഹിയറിങ്ങിന് നീണ്ടുപോകുന്നല്ലാതെ ഇപ്പോൾ 3-4 മാസമായിട്ടും ഈ അവിടെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ യാതൊരു നടപടി സ്വീകരിക്കാനോ അവരുടെ പേരിൽ കേസെടുക്കാനോ തയ്യാറാത്തതുകൊണ്ട് തുടർ സമരപരിപാടികൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത്. വിചാരണകളെല്ലാം പൂർത്തിയായെങ്കിലും ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിലും റവന്യൂ വകുപ്പ് അലംഭാവം തുടരുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ജില്ലാ സർവേ വിഭാഗം ചൊക്രമുടിയിൽ സർവേ നടത്തി ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നൈ സ്വദേശിയായ വ്യവസായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ട്രേറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ചൊക്രമുടിയിൽ സർവേ നടത്തിയതും നിർമ്മാണ പ്രവർത്തനത്തിന് NOC നൽകിയതും. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം ദേവികുളം മുൻ തഹസിൽദാർ അതേപടി അനുസരിക്കുകയായിരുന്നു. റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉന്നതരും ജില്ലയിലെ ചില രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ടതുകൊണ്ടാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതെന്നാണ് ആരോപണം. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. പ്രിൻസിപ്പാൾ ഇൻചാർജ് VK ആഡ്ലി സ്കൂൾ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC, NCC, ജൂനിയർ റെഡ് ക്രോസ്, NSS എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. പ്രിൻസിപ്പാൾ ഇൻചാർജ് VK ആഡ്ലി സ്കൂൾ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി. നമുക്കൊരു ഭരണഘടനയുണ്ട്. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള നല്ല ഗുണങ്ങൾ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ സംഭാവന, ലോകത്തിന് നൽകിയ ഏറ്റവും നല്ല മാതൃകയാണ് നമ്മുടെ ഭരണഘടന. SMC ചെയർമാൻ റോയി പാലക്കാട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് DI മധു ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് PC പത്മനാഭൻ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് CPO PK ഷീജ, SCPO ES രഹ്ന, NSS പ്രോഗ്രാം ഓഫീസർ ഇന്ദു B നായർ, NCC ഓഫീസർ OS രശ്മി, JRC ഇൻചാർജ് KK സജിമോൾ, ജേക്കബ് മച്ചാനി എന്നിവർ പ്രസംഗിച്ചു. മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജകുമാരി മഞ്ഞക്കുഴിയിൽ കാട്ടുപന്നികൾ നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. വിളവെടുക്കാൻ ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കവെയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കുഴി പാടശേഖരത്തിൽ കാട്ടുപന്നികൾ വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചത്. ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം മൂലം പലരും കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ്. എന്ത് വിളകൾ നട്ടാലും കാട്ടുപന്നികൾ അടക്കമുള്ള ജീവികൾ വിളവെടുപ്പ് നടത്തുവാൻ കർഷകരെ അനുവദിക്കാറില്ല. 1 ഏക്കറോളം നെൽകൃഷി നടത്തുവാൻ ഒരു കർഷകന് 30,000-ഓളം രൂപയാണ് മുതൽ മുടക്ക് വരുന്നത്. പാരമ്പര്യമായി തുടരുന്ന ഈ കൃഷി വലിയ കഷ്ടതകൾ അനുഭവിച്ചാണ് ഇപ്പോഴും പല കർഷകരും തുടർന്നു പോരുന്നത്. ഈ കൃഷി ഞങ്ങൾ ചെയ്തു വന്നിട്ട് ഇന്ന് വരെ നേരെ വണ്ണം ഞങ്ങൾക്ക് വിളവെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷുദ്രജീവിയായ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഇതിന് എന്തെങ്കിലും അധികാരികൾ നടപടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. 60-ൽ പരം കർഷകർ നെൽകൃഷി നടത്തി വന്നിരുന്ന പാടശേഖരത്ത് ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം തുടരുന്നത് മൂലം നെൽകൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ 15ഓളം കർഷകർ മാത്രമാണ് ഈ കൃഷി തുടർന്നു പോരുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി 100 കണക്കിന് കാട്ടുപന്നികളാണ് ഈ പാടശേഖരത്ത് എത്തുകയും കൃഷി വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തത്.
15 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്തുവാൻ പാകത്തിന് വിളഞ്ഞു നിൽക്കുമ്പോഴാണ് പാടശേഖരത്തെ ഇത്തരത്തിൽ ക്ഷുദ്രജീവികൾ വിളവ് നശിപ്പിച്ചത്. കഷ്ടപ്പാടുകൾക്ക് യാതൊരുവിധ ഫലവും ലഭിക്കാത്തതിനാൽ വലിയ നിരാശയിലാണ് ഇവിടത്തെ കർഷകർ. നെൽപ്പാടങ്ങൾ തന്നെ അന്യം നിന്നു പോകുമ്പോഴും ഇതിനോടുള്ള താല്പര്യം മൂലം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് നെൽപ്പാടങ്ങളെ സംരക്ഷിച്ചു വരുന്ന കർഷകരെ തുടർന്നും കൃഷി നടത്തുവാൻ സഹായിക്കുന്ന വിധത്തിൽ ക്ഷുദ്രജീവികളെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഇവിടുത്തെ കർഷകരുടെ ആവശ്യം. ഇതിനായി കർഷകരെ സഹായിക്കുന്ന വിധം കൃഷിവകുപ്പും പഞ്ചായത്തും സർക്കാരും തയ്യാറാക്കണം. ഇല്ലെങ്കിൽ സമരപരിപാടികളടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് കർഷകർ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് 6 മൈൽ 50 മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ കരാറുകാരൻ പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് റോഡ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ സമരത്തിലേക്ക്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ കെ ആന്റണി ഈ മാസം 27 മുതൽ കോട്ടയത്തെ റീബിൽഡ് കേരള ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന 4.2 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് 2018 പ്രളയകാലത്തിലായിരുന്നു തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. പിന്നീട് റീബിൽഡിംഗ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26 നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ നിർമ്മാണം ആരംഭിച്ച് 3 വർഷത്തോടടുക്കുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റ് നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകിയതോടെ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായി. ഇരുചക്രവാഹനങ്ങൾ മറിഞ്ഞ് പരിക്ക് സംഭവിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺട്രാക്ടർക്ക് നിലവിൽ മുഴുവൻ ബില്ലുകൾ പണി ചെയ്ത വർക്കുകൾക്ക് വരെയുള്ള ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ പണി പൂർത്തീകരിക്കാതെ കാലതാമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെയാണ് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ ജനങ്ങളുടെ ഒപ്പം ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടെ അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഈ പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ ഞാൻ 27-ാം തീയതി തൊട്ട് തിങ്കളാഴ്ച മുതൽ 12 മണി മുതൽ റീബിൽഡിൻ്റെ കോട്ടയം ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കണംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 6 ആദിവാസിയിടങ്ങളിലെ കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും തകരാർ സംഭവിക്കുന്നത് പതിവാണ്. മുമ്പ് ഈ മേഖലയിലേക്കുണ്ടായിരുന്ന സ്കൂൾ ബസ്സുകൾ റോഡ് യാത്ര യോഗ്യമല്ലാതായതോടെ സർവീസുകൾ നിർത്തി. ഈ റോഡിൽ കരാറുകാരൻ നടത്തിയ നിർമ്മാണ ജോലികളുടെ ചില ബില്ലുകൾ മാറി പണം ലഭിച്ചുവെന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തീകരിക്കാമെന്ന ഈ ഘട്ടത്തിൽ കരാറുകാരൻ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നും റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് റോഡ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നതെന്നും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ, വൈസ് പ്രസിഡന്റ് അനിൽ കെ ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിനേഷ് തങ്കച്ചൻ, AK സുധാകരൻ, റോഡ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ജിസ് തങ്കപ്പൻ, സെബാസ്റ്റ്യൻ തോമസ്, AK ശശികുമാർ, വിശാലം മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇനിയൊരു ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്.
ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തകളിലേക്ക്. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് വർദ്ധിച്ചു. മൂന്നാർ മേഖലയിലെ റോഡുകളിൽ രാത്രികാലത്തിറങ്ങുന്ന കാട്ടാനകൾ ഗതാഗത തടസ്സം തീർക്കുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ചിന്നാർ റോഡിലായിരുന്നു കാട്ടാന ഇറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. അരമണിക്കൂറോളം സമയം ആന റോഡിൽ പരിഭ്രാന്തി പരത്തി. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാനകൾ തീറ്റ തേടി കാടിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാർ മേഖലയിൽ ദിവസവും കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. ജനവാസ മേഖലകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കാട്ടുകൊമ്പന്മാർക്ക് പുറമെ വേറെയും ആനകൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു. മൂന്നാർ മേഖലയിലെ റോഡുകളിൽ രാത്രികാലത്തിറങ്ങുന്ന കാട്ടാനകൾ ഗതാഗത തടസ്സം തീർക്കുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ചിന്നാർ റോഡിലായിരുന്നു കാട്ടാന ഇറങ്ങി തടസ്സം സൃഷ്ടിച്ചത്. അരമണിക്കൂറോളം സമയം ആന റോഡിൽ പരിഭ്രാന്തി പരത്തി. കാട്ടാന റോഡിൽ പരിഭ്രാന്തി പരത്തിയെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണത്തിന് മുതിരാതിരുന്നത് ആശ്വാസകരമായി. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി യാത്രാ തടസ്സം തീർക്കുന്നത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വാഹനയാത്രികരും ഭീതിയിലാണ്. ഇരുചക്ര വാഹന യാത്രികർ ആനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. സിറ്റി വിഷൻ, മൂന്നാർ. തൊടുപുഴ പെരുമാങ്കണ്ടത്ത് റബ്ബർ തോട്ടത്തിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തി ഒരാൾ മരിച്ചു. മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനും കുമാരമംഗലം സ്വദേശിയുമായ സിബിയാണ് മരിച്ചത്. കാറിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു സിബിയുടെ മൃതദേഹം. വീട്ടിൽ നിന്ന് രാവിലെ സാധനം വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു സിബി. പിന്നീടാണ് കാറിന് തീപിടിച്ച് സിബി മരിച്ചതായി വീട്ടുകാർ അറിയുന്നത്. കാറിന് എങ്ങനെയാണ് തീപിടിച്ചെന്നതിൽ വ്യക്തതയില്ല. സിബിക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും
കാർ കത്തിയുള്ള അപകടമാണെന്ന് സംശയിക്കുന്നുവെന്നും ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഒരുപാട് കാലപ്പഴക്കമുള്ള കാറാണ് സിബി ഉപയോഗിച്ചിരുന്നത്. കാറിൽ നിന്ന് തീയുയർന്നപ്പോൾ ഒതുക്കി നിർത്തിയതാകാമെന്നും പുറത്തിറങ്ങാൻ കഴിയാതെ പോയതാകാമെന്നും ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു. സംഭവസ്ഥലത്തെത്തിയ ബന്ധുക്കളാണ് മൃതദേഹം സിബിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ആളൊഴിഞ്ഞ പറമ്പിൽ കാർ കത്തുന്നത് കണ്ട് പ്രദേശവാസികളാണ് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചത്. ഏകദേശം ഒരു 12 മണിക്ക് ശേഷം ഉണ്ടായൊരു ഞെട്ടിക്കുന്നൊരു സംഭവമാണ് ഇപ്പം ഉണ്ടായത്. എറണാകുളം ജില്ലയുടെ കരുക്കട പഞ്ചായത്തിൻ്റെയും ഇടുക്കി ജില്ലയിലെ കുമാരകം പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന നരവഴി ഭാഗത്ത് ഈസ്റ്റ് കരൂർ സ്വദേശി ഏരപ്പനാൽ വീട്ടിൽ EBCB എന്ന വ്യക്തിയുടെ വാഹനമാണ് കത്തി നശിച്ചത്. വാഹനത്തോടൊപ്പം മൃതദേഹമുണ്ട്. സംഭവം അറിഞ്ഞ് എത്തിയ മക്കൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടുകൊണ്ട് വാഹനം പിതാവ് സിബിയുടെ അന്ന് തിരിച്ചറിയുകയും മൃതദേഹം അതിൽ വണ്ടിക്കകത്ത് തന്നെയാണ്. അപ്പം കാർ കത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് സിബി വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കാർ കത്തിയിടത്തു നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സിബിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഉപ്പുതറ മാർക്കറ്റിൽ പൊതുവഴി അടച്ച് വ്യാപാരം ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത്. കഴിഞ്ഞ 6 മാസമായി പൊതുവഴി അടച്ച് വ്യാപാരം നടത്തരുതെന്ന പഞ്ചായത്ത് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും കൂട്ടാക്കിയിരുന്നില്ല. വെള്ളിയാഴ്ച വൈകിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, വാർഡ് മെമ്പർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരികളോട് നിർദ്ദേശം നൽകുന്നതിനിടെ വ്യാപാരികൾ തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പഞ്ചായത്തിലെ നമ്മുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളിൽ പഞ്ചായത്ത് കാര്യക്ഷമമായി ഇടപെടുകയും വളരെ കൃത്യമായിട്ട് തന്നെ ആളുകൾക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് അവരുടെ സാധനങ്ങൾ ഒതുക്കി വെക്കാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകുകയും അടയാളമിടുകയും ചെയ്തു. ശനിയാഴ്ച വൈകുന്നേരത്തിനകം വ്യാപാരികൾ വഴിയടച്ച് വ്യാപാരം നടത്തുന്നത് അവരവർക്ക് നൽകിയ സ്ഥലത്ത് മാത്രമേ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇല്ലാത്തവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പറഞ്ഞു. സിറ്റി വിഷൻ, ഉപ്പുതറ. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകന് പ്രത്യേക ക്ഷണം. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായ അനീഷിനാണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. 2016 ഒക്ടോബർ 30 സംപ്രേഷണം ചെയ്ത മൻ കി ബാത്ത് എന്ന റേഡിയോ സംപ്രേഷണ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരാമർശം നേടിയ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറാണ് അനീഷ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായ അനീഷ് ആർ. കോളേജിലെ NSS യൂണിറ്റിന്റെ ODF പ്രൊജക്ടിന്റെ ഭാഗമായി ഇടമലക്കുടിയിലെ പരപ്പയാർക്കുടിയിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി. വെളിയുടെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ NSS ഏറ്റെടുത്ത പ്രൊജക്ട് അനീഷിന്റെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത്. 2016-19 കാലയളവിലെ പ്രവർത്തനത്തിന് മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് നേടുകയുണ്ടായി. കൂടാതെ മികച്ച പ്രോഗ്രാം ഓഫീസറായി അനീഷിനെയും തെരഞ്ഞെടുത്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചതിലുള്ള സന്തോഷം അനീഷ് പങ്കുവച്ചു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ നാഷണൽ സർവീസ് സ്കീമിലൂടെയാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ നാഷണൽ സർവീസ് സ്കീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും 2019 റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ലക്ഷദ്വീപ് NSS ഓഫീസറായി അനീഷ് പങ്കെടുത്തിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിധ്വംസക ശക്തികൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ തുടർ നടപടികൾ വൈകുന്നതിനെതിരെ തുടർ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ?
ഏയ് പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സ്വപ്നതുല്യമായ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് നിങ്ങളുടെ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയിൽ യാഥാർത്ഥ്യമാക്കുന്നു ചോയ്സ് ബിൽഡേഴ്സ്. നൂതന ആശയങ്ങൾ, പ്രീമിയം മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു ക്ലയന്റിന് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ പ്രൊഫഷണൽ ടീം നൽകുന്നു. പ്ലാൻ, പെർമിറ്റ്, കൺസ്ട്രക്ഷൻ, 3D എലിവേഷൻ, പെയിന്റിംഗ്, വയറിംഗ്, ക്വാളിറ്റി വുഡ് അല്ലെങ്കിൽ നൂതന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള കാർപ്പൻട്രി വർക്കുകൾ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക്സ്, മോഡുലർ കിച്ചൺ, ടേൺ കീ സർവീസ് തുടങ്ങിയ എല്ലാ വർക്കുകളും അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തത്തോടു കൂടി കേരളത്തിൽ എവിടെയും വർക്കുകൾ ചെയ്തു നൽകുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ചോയ്സ് ബിൽഡേഴ്സ്, രാജക്കാട്, ഇടുക്കി 8606 560 526 9496 120 526. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി.